സത്യത്തിൽ ഒരു പെയിൻഫുൾ വാർത്തയായിരുന്നു അത്. ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്കും ഇവിടെ PSC അപ്പോയിൻമെന്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിലെ PSC പരീക്ഷയുടെ ക്രെഡിബിലിറ്റി എന്നുള്ളതാണ് ഒരു നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറി. നിങ്ങൾ പരീക്ഷ എഴുതിയത് എപ്പോഴായിരുന്നു? 2019 2020 റാങ്ക് ലിസ്റ്റ് വന്നതോ 2023. ഇപ്പൊ കാലാവധി തീരാൻ 2 മാസമാണോ ഉള്ളത്? ഞങ്ങൾ ഫിലോസഫിയുടെ 4 മാസമാണ് ഉള്ളത്. ഫെബ്രുവരി 7 കഴിഞ്ഞു സർ, 3 വർഷമായി. അപ്പൊ അവര് നമ്മുടെ ലിസ്റ്റ് 0 അപ്പോയിന്റ്മെന്റ് ആണ് നടന്നിട്ടുള്ളത്. എന്താണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഇത്. PSC എന്ന വെള്ളാണിയെ നോക്കുകുത്തിയാക്കി സർക്കാർ യുവാക്കളോട് കാണിക്കുന്ന വഞ്ചന ഇതിൽ നിന്നും വ്യക്തമാകും. 2023 വ്യത്യസ്ത PSC റാങ്ക് ലിസ്റ്റുകളിൽ 1ാം റാങ്കുകാരായിരുന്നു റഷീദയും സരസ്വതിയും മമതയും. 2019-2020 വിജ്ഞാപനം വന്ന പോസ്റ്റുകൾ. അന്ന് ആൻറ്റിസിപ്പേറ്ററി ഒഴിവായി വിജ്ഞാപനം ചെയ്യപ്പെട്ട പോസ്റ്റിൽ പിന്നീട് 6 ഒഴിവുകൾ വന്നു. എന്നിട്ടും നിയമനം നടത്തിയില്ല. ഒടുവിൽ റാങ്ക് ലിസ്റ്റ് കാലാവധി പൂർത്തിയാകാറായ ഘട്ടത്തിലാണ് മൂവരും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വാർത്ത കണ്ട KC വേണുഗോപാൽ അവഗണനയുടെ വിശദാംശങ്ങൾ അറിയുന്നതിനാണ് 3 പേരെയും ഗ്രൂപ്പ് വീഡിയോ കോളിൽ വിളിച്ചത്. അവിടെ KC വേണുഗോപാൽ കേട്ടത് ചതിക്കപ്പെട്ടവരുടെ ഉള്ളുലയ്ക്കുന്ന വിലാപമായിരുന്നു. മെറിറ്റിനെ അപ്പാടെ തള്ളിയുന്ന പിണറായി സർക്കാരിൻ്റെ തൊഴിൽ വിരുദ്ധതയുടെ ഉള്ളുനീറ്റുന്ന കഥയാണ് ഇതെന്ന് KC വേണുഗോപാൽ പറയുന്നു. മറ്റെല്ലാത്തിനും അഥവാ PR വർക്ക് നടത്താൻ ധൂർത്ത് കാണിക്കാൻ ചാനലുകൾക്ക് PR വർക്കിന് പോലും കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ സാമ്പത്തികമുണ്ടല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് 1ാം റാങ്ക് നേടിയവർക്ക് പോലും ജോലി നൽകാൻ സർക്കാരിന് സാമ്പത്തികമില്ലാത്തത് എന്നാണ് KC വേണുഗോപാലിൻ്റെ ചോദ്യം. നീതി നിഷേധം നേരിട്ട റഷീദയ്ക്കും മമതയ്ക്കും സരസ്വതിക്കും വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് UDF അറിയിച്ചിട്ടുണ്ട്. ഇവർക്ക് മാത്രമല്ല, പിൻവാതിൽ നിയമനം എന്ന സർക്കാരിൻ്റെ കൊടും വഞ്ചനയ്ക്ക് പാത്രമായ ഓരോരുത്തർക്കും വേണ്ടി UDF ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. നീതിക്കായി തിരുവനന്തപുരത്തും PSC ഓഫീസിലും കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞ കഥയാണ് റഷീദയ്ക്കും മമതയ്ക്കും സരസ്വതിക്കുമൊക്കെ പറയാനുള്ളത്. ഉദ്യോഗസ്ഥന്മാർക്ക് തങ്ങളുടെ മുഖമടക്കം സുപരിചിതമായിട്ടുണ്ടാകുമെന്നും റഷീദ പറയുന്നു. മുഖ്യമന്ത്രിയെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പലകുറി കാണാൻ ശ്രമിച്ചു. ഫലം നിരാശ മാത്രം. നീതി അകന്നു നിന്നു. ഗർഭിണിയായിരിക്കെയുള്ള എല്ലാ ശാരീരിക അവശതകളും മറന്നാണ് റഷീദ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തതും പഠിച്ചതും. അതിന് പരീക്ഷയിൽ ഫലവും കണ്ടു. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നതുവരെ എല്ലാം മുറ പോലെ. പിന്നീട് അങ്ങോട്ട് നിയമനം നടന്നില്ല. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാറായപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സത്യം പറയാനെങ്കിലും റഷീദ അടക്കമുള്ളവർ തയ്യാറായത്. അതുവരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ആ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. എന്തായാലും ഇവർക്ക് ഒരു പുത്തൻ പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് KCയും UDFും. സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയിൽ ഉറുദു, സോഷ്യോളജി പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയവർ പോലും കഴിഞ്ഞ 2 വർഷമായിട്ട് നിയമനം കിട്ടാതെ കാത്തിരിക്കുന്നു. 2023 സത്യത്തിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ചിത്രമാണിത് കാണുന്നത്. ഞാനിപ്പോൾ അവരോട് 3 പേരോടും സംസാരിച്ചു. റഷീദ, സരസ്വതി, അതുപോലെ തന്നെ മമത. ഒരാളെ കിട്ടിയില്ല. ഇവരെല്ലാം 1ാം റാങ്കുകാരാണ്. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളിൽ 1ാം റാങ്ക് നേടുന്നവർക്ക് പോലും നിയമനമില്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളെ എത്രമാത്രം വഞ്ചിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് പിൻവാതിൽ നിയമനം അരങ്ങ് താർക്കുകയാണ്. താൽക്കാലിക നിയമനങ്ങൾ വ്യാപകമായിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ മാധ്യമങ്ങൾ വായിച്ചാലും താൽക്കാലിക നിയമനങ്ങൾ നടക്കുകയാണ്. ദ്രുതഗതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. താൽക്കാലിക നിയമനത്തിൽ നിയമിച്ചവരെ സ്ഥിരപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. മറുഭാഗത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ എല്ലാ പരീക്ഷകളിലും അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ BA, MA തുടങ്ങിയ എല്ലാ പരീക്ഷകളിലും അവർ ആ ട്രാക്കിൽ കാണുന്നു 1ാം റാങ്ക് വാങ്ങിച്ചതാണ്. അവർക്ക് പോലും ജോലിയില്ലാത്തൊരു നാടായിട്ട് കേരളം മാറുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയുടെ വിശ്വാസ്യത എന്താണ്? ക്രെഡിബിലിറ്റി എന്താണ്? എന്തിനാണ് കുട്ടികൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾ ഏറെയുള്ള കേരളത്തിൽ ഇതൊരു കേസ് മാത്രമല്ല, ഇതൊരു സാമ്പിളാണ്. ഇത്
നമുക്ക് മനസ്സിലാക്കാം, റാങ്ക് ലിസ്റ്റിൽ പിന്നിൽ നിൽക്കുന്നവരാണ്. 1ാം റാങ്ക് നേടുന്നവർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാകുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാ പറയുന്ന കാരണം എന്ന് പറഞ്ഞത്. മറ്റെല്ലാത്തിനും ഇവർക്ക് സാമ്പത്തികമുണ്ട്, എന്ത് നടത്താൻ സാമ്പത്തികമുണ്ട്, ദൂർത്ത് നടത്താൻ സാമ്പത്തികമുണ്ട്, PR എക്സസൈസിന് വേണ്ടി സാമ്പത്തികമുണ്ട്. ഇപ്പൊ ഞാൻ ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് നിങ്ങളുടെ ചാനലുകൾക്കെല്ലാം കിഫ്ബി വഴി പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ കേട്ടത്. കിഫ്ബി വഴി പ്രചരണത്തിന്. ആയിക്കോട്ടെ, പരസ്യം അതിന് പൈസയുണ്ടല്ലോ, പരസ്യത്തിന് പൈസയുണ്ടല്ലോ സർക്കാരിന്. പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാൻ 1ാം റാങ്ക് മേടിച്ചവർക്ക് പോലും ജോലി കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ സമൂഹ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണെന്നുള്ളൊരു സംശയമില്ല. ഏത് ശക്തമായിട്ട് അടിയന്തരമായിട്ടും സർവകലാശാലകൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടണം. സർവകലാശാലയിൽ നിന്ന് ഈ കുട്ടികൾക്ക് നിയമനം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്.